സൂറത്ത് അഹ്സാബിലെ 32-ാമത്തെ ആയത്തുമായി ബന്ധപ്പെട്ട് വലാ തഖ്ളഅന ബിൽ ഖൗലി ഫയത്മഅ അല്ലദീ ഫീ ഖൽബിഹി മറദുൻ വഖുൽന ഖൗലൻ മഅറൂഫ. ഈ ആയത്തുമായി ബന്ധപ്പെട്ട് ജബ്ബാർ പറയുന്ന മറ്റൊരു ജബ്ബാറിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ മനസ്സിലായിട്ടും മറച്ചു വെക്കുന്ന ജബ്ബാറിൻ്റെ വിഡ്ഢിത്തം അതെന്താണെന്നല്ലേ ഈ ആയത്തിൽ പറഞ്ഞത്. ഫലാ തഖ്ളഅന ബിൽ ഖൗലിന, നിങ്ങൾ സംസാരത്തിൽ ഖുളൂഅ് കാണിക്കാൻ പാടില്ല, സംസാരിക്കരുത് എന്നല്ല ഈ ആയത്തിൽ പറഞ്ഞത്. ഖളഅ ബിഹി എന്ന് പറഞ്ഞാൽ സ്ത്രീകളുമായി ബന്ധപ്പെടുത്തുമ്പോൾ മറ്റുള്ളവരെ ആകർഷിക്കാവുന്ന വിധത്തിൽ, മറ്റുള്ളവരിൽ ലൈംഗികാഭിനിവേശം സൃഷ്ടിക്കാവുന്ന വിധത്തിൽ കൊഞ്ചിക്കുഴഞ്ഞ് സംസാരിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ഖളഅ ബിൽ ഖൗൽ ബിഹി എന്ന് പറയാം. ഇത് മറച്ചു വെച്ചുകൊണ്ട് ജബ്ബാർ പറയുന്നത് സ്ത്രീകളോട് സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. സ്ത്രീകൾ മറ്റുള്ളവരോട് സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ ജബ്ബാർ ഈ ആയത്തിൻ്റെ അവസാന ഭാഗം മറച്ചു വെക്കുകയാണ് ചെയ്യണത്. അവസാനം പറഞ്ഞ എന്താണ്? വഖുൽന ഖൗലൻ മഅറൂഫ, നിങ്ങൾ സംസാരിക്കുമ്പോൾ മാന്യമായ രീതിയിൽ സംസാരിക്കണം എന്നാണ്. ലാ തഖ്ളഅന ബിൽ ഖൗലി എന്ന് പറഞ്ഞതും ഖൗലൻ മഅറൂഫ്, ഖുൽന ഖൗലൻ മഅറൂഫ എന്ന് പറയുന്നതും ചേർത്ത് വെച്ച് വായിച്ചാൽ കിട്ടുന്നതാണ്, നിങ്ങൾ സംസാരിച്ചോ, മറ്റുള്ളവരോട് സംസാരിച്ചു കൊള്ളുക, പക്ഷെ ആ സംസാരം അവരെ നിങ്ങളിലേക്ക് ആകർഷിക്കുന്ന വിധത്തിലാവാൻ പാടില്ല. നമ്മളെ കാലഘട്ടത്തിൽ എന്നല്ല, ഏത് കാലഘട്ടത്തിലും ഒരു സാമാന്യ ബുദ്ധിയുള്ള ഒരു മനുഷ്യന്, ജബ്ബാറിനെ പോലെ ബുദ്ധിഹീനരായിട്ടുള്ള ആളുകളെ പറ്റിയല്ല, സാമാന്യ ബുദ്ധിയുള്ള ഒരു മനുഷ്യന്, അയാൾ വലിയ വിവരമുള്ളവനാവണമെന്നില്ല, സാധാരണക്കാരനായാൽ മതി, ബോധ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. സ്ത്രീയുടെ ശബ്ദം, അതായത് സ്ത്രീ കൊഞ്ചിക്കുഴഞ്ഞ് സംസാരിക്കുമ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കുന്ന പുരുഷന്മാരിൽ എല്ലാവരെയും ആകർഷിച്ചോണമെന്നില്ല, എന്നാൽ ചിലരെയെങ്കിലും ആകർഷിക്കും. അത് ഒരു മനുഷ്യ സഹജമായിട്ടുള്ള കാര്യമാണ്. ജബ്ബാർ അത് നിഷേധിച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല, അല്ലെങ്കിലും ജബ്ബാർ അതിനെ നിഷേധിക്കാൻ തെളിവുകളുമില്ല, മറിച്ചാണ് തെളിവുകളുള്ളത്. അതുകൊണ്ട് സ്ത്രീകൾ പുരുഷന്മാരോട് സംസാരിക്കുന്നത് എങ്ങനെയായിരിക്കണം, ഇസ്ലാമിന് അതുമായി ബന്ധപ്പെട്ട് വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട്. ഖുർആൻ എവിടെയും, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിച്ചു വന്നിട്ടുള്ള സഹീഹായ ഹദീസുകളിലോ എവിടെയും സ്ത്രീയും പുരുഷനും തമ്മിൽ സംസാരിക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല. സംസാരിക്കാൻ അനുവാദം നൽകുകയാണ് ഖുർആനും ഹദീസും ഒക്കെ ചെയ്തിട്ടുള്ളത്. എന്നാൽ ആ സംസാരം ഏത് സ്വഭാവത്തിലുള്ളതായിരിക്കണം എന്നാണ് ഇവിടെ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഇവിടെ ജബ്ബാർ വലിയ വായിൽ പറയുന്ന ഒരു സംഗതി, നമ്മളൊക്കെ എത്രയോ സ്ത്രീകളുമായി ഒരുമിച്ച് ജോലി ചെയ്യുകയും യാത്ര ചെയ്യുകയും സഹവസിക്കുകയും ചെയ്തിട്ട് അവരുടെ സംസാരം കൊണ്ട് ഇങ്ങനൊരു അസുഖം ഉണ്ടായിട്ടില്ല. അതിപ്പോൾ ഉണ്ടായിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് ജബ്ബാറിൻ്റെ ഈ ഒരൊറ്റ വാക്കിൽ നിന്ന് മാത്രം മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്ന സംഗതിയല്ല. ജബ്ബാർ ഒരു പുരുഷനാണ്, പുരുഷ സഹജമായിട്ടുള്ള ലൈംഗിക വാസനകൾ ഉള്ള ഒരാളാണെങ്കിൽ ജബ്ബാറിനും ജബ്ബാറിനെ പോലുള്ള ആളുകൾക്കും അതൊക്കെ എത്രയോ തവണ അനുഭവപ്പെട്ടിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ജബ്ബാറിന് ആ രംഗത്ത് എന്തോ അസുഖമുണ്ട്, തകരാറുണ്ട് എന്നാണ് അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. അത് തകരാറ് ഉണ്ട് എന്നുള്ളത് മറ്റുള്ളവർ ലോകം അറിയരുത് എന്ന് ഉദ്ദേശിച്ച് വിചാരിച്ചത് കൊണ്ടായിരിക്കും. നമ്മളെത്രയോ പെണ്ണുങ്ങളെ കൂടെ യാത്ര ചെയ്തിട്ടുണ്ട്, ജോലി ചെയ്തിട്ടുണ്ട്, അത് സഹവസിച്ചിട്ടുണ്ട്, എന്നിട്ട് നമുക്ക് അവരെ സംസാരം കേട്ടിട്ട് അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. മാന്യകളായിട്ടുള്ള സ്ത്രീകൾ അവർ മാന്യമായിട്ട് സംസാരിക്കുമ്പോൾ
അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അത്തരം ആളുകൾ അവിടെ വെച്ചിട്ട് അതിൻ്റെ ശരിക്കുള്ള ഫലം അറിയും. അതുകൊണ്ട് ജബ്ബാറിന് അത്തരം പെണ്ണുങ്ങളുമായിട്ട് സംസാരിക്കാനും അല്ലെങ്കിൽ ആ രീതിയിൽ ഇടപഴകാനും പേടിയുണ്ടായിട്ടുണ്ടാവും. അതല്ലെങ്കിൽ ജബ്ബാറിനോട് സംസാരിച്ച പെണ്ണുങ്ങളാരും കൊഞ്ചിക്കുഴഞ്ഞ് സംസാരിച്ചിട്ടുണ്ടാവില്ല. ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജബ്ബാറിന് അഭിനിവേശം ഉണ്ടായിട്ടുണ്ടാകും. അത് എത്രത്തോളം മുമ്പോട്ട് പോയി എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. പിന്നെ ഈ അഭിനിവേശമുണ്ടാവുക, പിന്നെ ജബ്ബാറിനെ സംബന്ധിച്ചിടത്തോളം, ജബ്ബാറിനെ പോലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏത് പെണ്ണുമായിട്ട് ബന്ധപ്പെടുന്നതിനും ലൈംഗികമായിട്ട് തന്നെ ബന്ധപ്പെടുന്നതിന് യാതൊരു തകരാറുമില്ല. പെണ്ണിൻ്റെ സമ്മതം വേണം, ഉഭയകക്ഷി സമ്മതം വേണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതാരുമായിട്ടും ബന്ധപ്പെടാം. പക്ഷേ ഇസ്ലാം ഇവിടെ മുന്നോട്ട് വെക്കുന്ന മാന്യത അല്ലെങ്കിൽ ധാർമ്മികത, സദാചാര മൂല്യം എന്നൊക്കെ പറയുന്നത് അത് വളരെ വില കൽപ്പിക്കപ്പെടുന്നൊരു സംഗതിയാണ്. ജബ്ബാറിൻ്റെ മതത്തിൽ അതിനൊരു വിലയുണ്ടാവില്ല. അത് മറ്റൊരു സംഗതി. കാരണം ജബ്ബാറിൻ്റെ മതമല്ല ലോകത്ത് മഹാഭൂരിപക്ഷം ആളുകളും അംഗീകരിക്കുന്ന മതം എന്നത്. ഇസ്ലാമാവട്ടെ, ഇസ്ലാമികേതര മതങ്ങളാവട്ടെ, ഈ മതങ്ങളൊക്കെ തന്നെയും ഈ രംഗത്ത് ചില വ്യവസ്ഥകളും ചിട്ടകളും നിബന്ധനകളും ഒക്കെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കൊക്കെ വെച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടെ ഖുർആനും പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഖുർആൻ ഇവിടെ പെണ്ണുങ്ങളോട് സംസാരിക്കരുത് എന്നല്ല പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് വഖുൽന ഖൗലൻ മഅറൂഫ, നിങ്ങൾ നല്ല രീതിയിൽ മാന്യമായിട്ട് സംസാരിച്ചു കൊള്ളുക. അപ്പോൾ സംസാരിച്ചോളൂ, പക്ഷേ കൊഞ്ചിക്കുഴഞ്ഞാവരുത്, മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിലാവരുത് എന്നാണ് ഇവിടെ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ജബ്ബാർ പറയണത് ഇതൊരു മനോരോഗമാണ്. അത് സംഗതി ശരിയാണ്, മനോരോഗമാണെന്ന് തന്നെയാണ് ഖുർആനും പറയുന്നത്. മനോരോഗത്തിന് വിവിധ രൂപങ്ങളുണ്ടാവും. സ്ത്രീലമ്പടന്മാരായിട്ടുള്ള പൂവാലന്മാരായിട്ടുള്ള ആളുകളിലുണ്ടാവുന്ന മനോരോഗം മറ്റൊന്നാണ്. ആ മനോരോഗമാണ് ഇവിടെ ഖുർആൻ സൂചിപ്പിച്ചിട്ടുള്ള മനോരോഗം എന്ന് പറയുന്നത്. ആ മനോരോഗം ഉള്ള ആളുകൾ സ്വാഭാവികമായിട്ടും അത്തരം സ്ത്രീകളെ സൗകര്യം കെട്ടിയാൽ കയറിപ്പിടിക്കും. നമ്മളെ സമൂഹത്തിൽ നിത്യേന നമ്മൾ പത്രങ്ങളിലും മറ്റ് വാർത്താമാധ്യമങ്ങളിലൂടെയൊക്കെ കേട്ടും വായിച്ചും ഒക്കെ കൊണ്ടിരിക്കുന്ന സംഗതിയാണിത്. ഇത് നിഷേധിക്കാൻ ജബ്ബാറിൻ്റെ മനസ്സാക്ഷി അംഗീകരിക്കൂല. പക്ഷേ ഖുർആനെ വിമർശിക്കുമ്പോൾ ജബ്ബാറിന് അത് നിഷേധിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, ജബ്ബാറിന് അല്പം മാന്യത ഉണ്ടെങ്കിൽ ജബ്ബാറിൻ്റെ ഭാര്യ മക്കളോട് ഈ രീതിയിൽ സംസാരിക്കാൻ ജബ്ബാർ പറയുമോ? മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിൽ കൊഞ്ചിക്കുഴഞ്ഞുകൊണ്ട് അന്യപുരുഷന്മാരുടെ മുമ്പിൽ സംസാരിക്കാൻ ജബ്ബാർ ആവശ്യപ്പെടുമോ? അയാൾ മാന്യനായിട്ടുള്ളൊരു പിതാവും ഭർത്താവും ആണെങ്കിൽ അത് ഉണ്ടാവില്ല. പിന്നെ ഭാര്യയായി അല്ലെങ്കിൽ മക്കളായി ഓരോ ഇഷ്ടം പോലെ ചെയ്തോട്ടെ എന്ന് വെക്കുന്ന ഒരു തണ്ടോപ്പിയാണെങ്കിൽ പിന്നെ ജബ്ബാറിനെ പറ്റി നമ്മൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അത്തരം ഒരാളായിരിക്കണം ജബ്ബാർ. എന്ന് മാത്രമല്ല, ഈ മനോരോഗമുള്ള ആളുകൾ തങ്ങൾക്ക് മനോരോഗം ഉണ്ടെന്ന് ഒരിക്കലും പറയില്ല. അവർ മറ്റുള്ളവരെ മനോരോഗികളാക്കി ചിത്രീകരിക്കുക ചെയ്യുക. അതാണ് ഇവിടെ ജബ്ബാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ മറ്റൊരു സ്ത്രീയെ കണ്ടിട്ട് സ്വന്തം ഭാര്യയുടെ അടുത്തേക്ക് ഓടിയത് ആരാണെന്നാണ് ജബ്ബാറിൻ്റെ ചോദ്യം. ഇവിടെയും മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം, ജബ്ബാറല്ല മാന്യതയുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം, പുരുഷൻ്റെ ലൈംഗികതയും സ്ത്രീയുടെ ലൈംഗികതയും തമ്മിൽ വ്യത്യാസമുണ്ട്. പുരുഷനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീയെ കാണുക, അവളെ കേൾക്കുക, അവളുടെ ഗന്ധം അനുഭവിക്കുക, ഇതുകൊണ്ടൊക്കെ അയാൾക്ക് ലൈംഗിക അഭിനിവേശം ഉണ്ടാവാം. അത് ആധുനിക മനഃശാസ്ത്രവും അംഗീകരിക്കുന്ന ഒരു സംഗതിയാണ്. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത്ര പെട്ടെന്ന് അവർക്ക് ലൈംഗികമായിട്ടുള്ള ഉത്തേജനം ഉണ്ടാവണമെന്നില്ല. അവിടെ പുരുഷൻ്റെ തലോടലും അയാളുടെ മറ്റ് രീതിയിലുള്ള ക്രീഡകളും ഒക്കെ ഉണ്ടാകുമ്പോഴാണ് ഒരു സ്ത്രീക്ക് ലൈംഗികമായിട്ടുള്ള അഭിനിവേശം കൂടുതൽ ഉത്തേജിതാവുക. ഇത് ആധുനിക മനഃശാസ്ത്രം തന്നെ അംഗീകരിച്ച സംഗതിയാണ്. ജബ്ബാർ നിഷേധിക്കുമായിരിക്കാം. പക്ഷേ ഉള്ള വസ്തുതയായിട്ട് അംഗീകരിക്കാൻ കൂട്ടാക്കുന്ന അല്ലെങ്കിൽ അത് അംഗീകരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഇത് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം പ്രവാചകനായിരുന്നു എന്നതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു മനുഷ്യനായിരുന്നു. സാധാരണ മനുഷ്യനെന്നാണ് ഖുർആൻ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ സവിശേഷത, അദ്ദേഹത്തിന് അള്ളാഹുവിൽ നിന്ന് വഹി ലഭിക്കുന്നു. ആ വഹീൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് അധാർമികതയിലേക്ക് വഴുതി പോവാതിരിക്കാനുള്ള സുരക്ഷിതത്വവും അള്ളാഹു നൽകിയിട്ടുണ്ട്. അവിടെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ മാതൃകയാണെന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള റസൂലിന് ഒരു പുരുഷൻ, ഒരു മനുഷ്യൻ എന്നുള്ള ആൾക്ക് ഇങ്ങനെയുള്ള അഭിനിവേശം ഉണ്ടാവും. ആ അഭിനിവേശം ഉണ്ടാവുമ്പോൾ തന്നെപ്പോലെ ഉള്ള തൻ്റെ അനുയായികൾ അവർക്ക് ഇങ്ങനെ സംഭവിച്ചാൽ എന്ത് ചെയ്യണം എന്ന് അവരെ പഠിപ്പിക്കേണ്ടതും പ്രവാചകനാണ്. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, എനിക്കിങ്ങനെ അഭിനിവേശം ഉണ്ടായപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയെ സമീപിച്ചു. അതുകൊണ്ട് നിങ്ങളിൽ ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടായാൽ നിങ്ങൾ സ്വന്തം ഭാര്യയെ സമീപിക്കുകയാണ് വേണ്ടത്, മറ്റുള്ളവരുടെ പിന്നാലെ പോവുകയല്ല. മറ്റുള്ളവരെ കടന്ന് പിടിക്കുകയോ മറ്റ് തെറ്റായിട്ടുള്ള രീതിയിലൂടെ നിങ്ങളുടെ ആഗ്രഹം സാധിക്കുകയോ അല്ല ചെയ്യേണ്ടത് എന്ന് സമൂഹത്തെ പഠിപ്പിക്കുന്ന മാതൃകയാണ് അവിടെ പ്രവാചകൻ കാണിച്ചു തന്നിട്ടുള്ളത്. ഇതിനെ ജബ്ബാർ വേണമെങ്കിൽ അതിനെ പരിഹാസ്യപൂർവം കൊച്ചായി കാണാവുന്നതാണ്. പക്ഷേ ജബ്ബാറെ പോലല്ലല്ലോ ലോകത്തുള്ള എല്ലാ മനുഷ്യരും. മറ്റു മനുഷ്യർക്ക്, ബുദ്ധിയുള്ള ആളുകൾക്ക്, വിവേകശാലികളായിട്ടുള്ള ആളുകൾക്ക് സ്ത്രീയുടെയും പുരുഷൻ്റെയും ലൈംഗികതയും അവരുടെ പ്രകൃതിയും ഒക്കെ അറിയുന്ന ആളുകൾക്ക് ഇതൊക്കെ ബോധ്യമാവും. ജബ്ബാറിനെ ബോധ്യമാവില്ല എന്നുള്ളത് അത് ജബ്ബാറിൻ്റെ കുറ്റമാണ്, മറ്റുള്ളവരുടെ കുറ്റമല്ല എന്ന് അതിനെപ്പറ്റി പറയാനുള്ളൂ. അപ്പോൾ അവിടെയും പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തെ മാതൃക പഠിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നുള്ളത് ജാഹിലിയ്യ കാലത്തേതുപോലെ നിങ്ങൾ ഇറങ്ങിത്തിരിക്കരുത് എന്ന് പറഞ്ഞു എന്നുള്ളതാണ്. അവിടെയും യഥാർത്ഥത്തിൽ 24-ാമത്തെ ആയത്തിൽ ഖുർആൻ പറഞ്ഞത് വഖർന ഫീ ബുയൂത്തികുന്ന, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞുകൊള്ളുക. വലാ തബർറജന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊല, ആദ്യകാലത്തെ അനിസ്ലാമിക കാലഘട്ടത്തിലേതുപോലെ നിങ്ങൾ പുറത്തിറങ്ങരുതെന്നാണ്. ഇവിടെ രണ്ട് കാര്യമാണ് ഖുർആൻ പറഞ്ഞത്. ഒന്ന്, സ്ത്രീ എന്ന് പറയുന്നത്, സ്ത്രീയുടെ സുരക്ഷിതത്വം എന്നുള്ളത് അവളുടെ വീടാണെന്നുള്ളത് ലോകം അംഗീകരിച്ചിട്ടുള്ളൊരു സംഗതിയാണ്. അതേ അവസരം അവൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പുറത്തിറങ്ങാമെന്നാണ് ഖുർആൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഖുർആൻ അവിടെ പുറത്തിറങ്ങരുത് എന്നല്ല പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ വലാ തഖറുജന, നിങ്ങൾ ഒരിക്കലും പുറത്തിറങ്ങരുത്, നിങ്ങൾ പുറത്തിറങ്ങുകയേ ചെയ്യരുതെന്ന് പറയണമായിരുന്നു. അങ്ങനെ ഖുർആൻ പറഞ്ഞില്ല. നിങ്ങൾ പുറത്തിറങ്ങിക്കോ, പക്ഷെ പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾ ജാഹിലി കാലഘട്ടത്തിലേതുപോലെ മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിലാവരുത് പുറത്തിറങ്ങുന്നത്. ഇവിടെ ജബ്ബാർ പറഞ്ഞത് ഖുർആൻ സ്ത്രീയുടെ സ്വാതന്ത്ര്യം നിഷേധിച്ചു കളഞ്ഞു. എന്താണ് ഈ സ്ത്രീയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്? സമൂഹത്തിൽ അധാർമികത, വ്യഭിചാരവും അതുപോലുള്ള അനാശാസ്യ സംഗതികളുമൊക്കെ പ്രചരിപ്പിക്കുന്ന, വ്യാപകമാക്കുന്ന രീതിയിൽ ഉടുത്ത കഴിച്ചിട്ട് പുറത്തിറങ്ങലാണോ? ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന മിക്കവാറും ഈ കയ്യേറ്റങ്ങളുടെ അല്ലെങ്കിൽ ബലപ്രയോഗത്തിൻ്റെ, ബലാത്സംഗത്തിൻ്റെ ഒക്കെ കാരണം എന്താണ്? അതുകൂടെ എല്ലാവർക്കും അറിയാവുന്നൊരു സംഗതിയാണ്. അപ്പോൾ മാന്യമായിട്ട് വസ്ത്രം ധരിച്ചിറങ്ങുന്ന പെണ്ണുങ്ങളാരും ഒരു പൂവാലനും ശല്യം ചെയ്യൂല. അതുകൊണ്ട് നിങ്ങൾ ആ രീതിയിൽ പുറത്തിറങ്ങരുത്. ഈ രീതിയിൽ മാന്യമായിട്ടുള്ള രീതിയിൽ വസ്ത്രം ധരിച്ചുകൊണ്ടേ നിങ്ങൾ പുറത്തിറങ്ങാവൂ. ഇവിടെ ഖുർആൻ ഒരിക്കലും സ്ത്രീ പുറത്തിറങ്ങണതിനെ തടയല്ല ചെയ്തിട്ടുള്ളത്. സ്ത്രീ പുറത്തിറങ്ങേണ്ടത് എങ്ങനെയാണ് എന്ന് അവളെ പഠിപ്പിക്കുക ചെയ്യണം. ഇതിനെയാണ് ജബ്ബാർ സ്ത്രീയുടെ സ്വാതന്ത്ര്യം ഹനിച്ചു കളഞ്ഞു എന്ന് ആക്ഷേപിക്കുന്നത്. അവിടെ സ്ത്രീയുടെ സ്വാതന്ത്ര്യം ഹനിക്കല്ല ചെയ്തിട്ടുള്ളത്, സ്ത്രീയുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താണ് ചെയ്തിട്ടുള്ളതെന്ന് ആധുനിക സമൂഹത്തിലെ ഇസ്ലാമിൻ്റെ പുറത്തുള്ള പെണ്ണുങ്ങൾ പോലും അംഗീകരിക്കുന്നൊരു സംഗതിയാണ്. വിശേഷിച്ചും ഇസ്ലാമിലേക്ക് ആളുകൾ, സ്ത്രീകൾ വിശേഷിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിൽ നമ്മുടെ കാലഘട്ടത്തിൽ പാശ്ചാത്യ സ്ത്രീകൾ, എല്ലാവിധ സ്വാതന്ത്ര്യവും അനുഭവിച്ചിട്ടുള്ള സ്ത്രീകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട് പിന്നെ അവർ പറഞ്ഞതെന്താണ്? ഇസ്ലാം നിർദ്ദേശിക്കുന്ന ഈ വസ്ത്രധാരണ രീതി സ്ത്രീയുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുകയാണ് ചെയ്യണമെന്നാണ്. പക്ഷേ ഇത് ജബ്ബാറിൻ്റെ മാലക്കണ്ണിന് കാണാൻ കഴിയില്ല. അവൻ്റെ അടഞ്ഞു പോയിട്ടുള്ള കാതുകൊണ്ട് അത് കേൾക്കാനും കഴിയില്ല എന്നുള്ളത് ജബ്ബാറിൻ്റെ കുറ്റമാണ്, ഇസ്ലാമിൻ്റെ കുറ്റമല്ല. ഇവിടെ ഇസ്ലാം ഒരിക്കലും സ്ത്രീയുടെ സ്വാതന്ത്ര്യം തടയല്ല ചെയ്തിട്ടുള്ളത്. അവളെങ്ങനെ പുറത്തിറങ്ങണം എന്ന് അവളെ മാന്യമായിട്ട് പുറത്തിറങ്ങാൻ വേണ്ടി പഠിപ്പിക്കുകയാണ് ഇവിടെ ഖുർആൻ ചെയ്യുന്നത് എന്നുള്ളതാണ്.